എന്താ പെണ്ണെ നീ ഇങ്ങനെ പോയിട്ട് കുറേ ആയില്ലേ? ദേ നാളേക്ക് 13 വർഷം. നീ എന്നെ മറന്നോ? ആ, മറന്ന് കാണും. ഞാൻ മാത്രമല്ലേ അവളുടെ ഓർമ്മകളിൽ. ഒന്ന് വന്നൂടെ മുന്നിലോട്ട്? പ്ലീസ് ഒന്ന് വാ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ അമ്മേ. വെരി ഗുഡ് മോർണിംഗ്. എന്താണ് തിരക്കിലാണല്ലോ? ഒരു ചായ ഇട്ടോ? അതിന് പല്ല് തേച്ചോ നീ? ഓ പിന്നെ, ചായ കുടിക്കാൻ പല്ലൊന്നും തേക്കണ്ട. അമ്മയുടെ മോൻ പല്ല് തേച്ചിട്ടൊന്നുമല്ലല്ലോ ചായ കുടിക്കുന്നേ. പിന്നെ എനിക്ക് മാത്രം എന്താ? ഞാൻ വായ കഴുകി, അപ്പം അതൊക്കെ മതി. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ, നീ എന്തോ കാണിക്ക്. ഇന്ന് ആരെങ്കിലും ഇവിടേക്ക് വരുന്നുണ്ടോ? ആ, അപ്പോൾ അവിടേക്ക് നിഖിലും പവിനും വരുന്നു. ആരാ അമ്മേ വരുന്നേ? ആരാ വരുന്നേ? ആ, എനിക്കറിയൂ. ഒന്ന് ഇറങ്ങി പോവോ? നീ എന്താ രാവിലെ തന്നെ അമ്മയോട് വഴക്കുണ്ടാക്കാനാണോ പോയേ? അതിനെ അമ്മ ഭയങ്കര കലിപ്പിലായിരുന്നു. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. ആ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആരാ വരുന്നുണ്ടെന്ന് ചോദിച്ചു. അതാരാന്ന് ചോദിച്ചപ്പോൾ ശല്യമായതെന്നാ തോന്നുന്നേ. എന്നിട്ട് ആരാ വരുന്നേന്ന് അറിഞ്ഞോ? വരൂ ഗൈസ്, ജസ്റ്റ് ഫോളോ മീ. നീ ഇതെന്ത് കാണിക്കാൻ പോവാ? അച്ഛനോട് ചോദിക്കാനേ. അച്ചൂസേ. എന്നിവിടെ ആരെങ്കിലും വരുന്നുണ്ടോ അച്ഛാ? ആ, അത് പറ. നിങ്ങളുടെ റൂമിലേക്ക് വന്നപ്പോ നിങ്ങള് ഭയങ്കര ഉറക്കം. കഴിഞ്ഞ കഥ പറയണ്ട, ആരാ വരുന്നേന്ന് പറച്ച. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവോന്ന് എനിക്ക് അറിയില്ല. എന്റെ ഫ്രണ്ട് ഇല്ലേ, ആനന്ദ്, അവനാ വരുന്നേ. ആരി? ആനന്ദ്, എന്റെ ഫ്രണ്ട്. നിനക്കറിയത്തില്ലായിരിക്കും, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. എനിക്കറിയില്ല, നിനക്കറിയൂടെ ഏട്ടാ? ആ, എനിക്കറിയാം. ആരാടാ അത്? അത് പിന്നെ നിനക്ക് ആദോനി അറിയോ? ഏതാതു? അദ്വൈതിനെ അറിയോ? ആ, അദ്വൈത ചേച്ചി, എനിക്കറിയാം. ആ ചേച്ചിക്ക് വരുന്നുണ്ടോ? ആ, അദ്വൈത ചേച്ചിയും അച്ഛനും അമ്മയും എല്ലാരും വരുന്നുണ്ട് കേട്ടോ. ഭാവിക്ക് ഓർമ്മയില്ല, അവരെ പേരൊക്കെ ഓർമ്മയുണ്ട്, ബട്ട് മുഖമൊന്നും ഓർമ്മയില്ല. जब जब सांसें भरती हूँ तेरी देखी गलियों से मैं हर रोज गुजरती हूँ हवा के जैसे चलता है तू मेरे जैसे उड़ती हूँ कौन तुझे यूं प्यार करेगा जैसे मैं करती हूँ നീ എന്താ ഇവിടെ കാട്ടുന്നേ? ഏയ്, ഒന്നുമില്ല. ഏട്ടന്റെ പഴയ ക്രഷ് വരുവാണല്ലേ? ക്രഷോ? യാ, ക്രഷൊന്നും അല്ല, ഇവിടെ ശരിക്കും കപ്പിൾസ് പോലെയിരുന്നു. ഇപ്പൊ ഏട്ടന്റെ പഴയ ക്രഷ് മാത്രമല്ലേ? അവൾ എൻ്റെ പഴയ ക്രഷൊന്നുമല്ല. എൻ്റെ ജീവൻ നിൽക്കുന്നവരെ അവൾ മാത്രമായിരിക്കും എൻ്റെ ക്രഷും വൈഫും എല്ലാം. അതിനെ ഈ കാര്യം ഇവിടെ ആർക്കെങ്കിലും അറിയൂ? അത് പോട്ടെ, അവൾക്ക് നിന്നെ ഓർമ്മയുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഷീസ് മൈൻ, ഓൺലി മൈൻ. അല്ല, അവർ എത്ര മണിക്ക് വരുന്നാ പറഞ്ഞേ?
അവർ ഒരു ലെവൽ 30 ആവുമ്പോ വരുന്നാ പറഞ്ഞ്. അപ്പൊ അവരെ വിളിക്കാൻ എയർപോർട്ടിലേക്ക് പോണ്ടേ? വേണ്ടെന്നാ അച്ഛൻ പറഞ്ഞേ. ഓല് വരുന്നു. അല്ല, ഒരു ഡൗട്ട്. ആ ചേച്ചിയെ കാണാൻ എങ്ങനെ ഉണ്ടാവും? ഞാനാണെങ്കിൽ മുഖമൊക്കെ മറന്നും പോയി. ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ, നമുക്ക് നോക്കാം. ഇനി അടുത്ത ഡൗട്ട്, നിങ്ങളുടെ ലവ് സ്റ്റോറി. ഞാനൊരു കാര്യം പറയട്ടെ, നീ എങ്ങനെ അറിഞ്ഞു ഇവരിഷ്ടത്തിലാണെന്ന്? ആ അത് പറ ആദ്യം. നിക്ക് അതിനു മുൻപ് ആ സമയത്ത് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്ക് 13 വയസ്സ്. അവൾക്ക് 6 വയസ്സ്. വാ, പൊടി പിള്ളാര്. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞ്? അതൊരു ദിവസം ഞാൻ നമ്മുടെ ആ ഷെഡിൽ അവിടോട്ട് ഞാൻ ഏട്ടനെ വിളിക്കാൻ വന്നു. ഈ ജന്തു എൻ്റെ പാവം ചേച്ചിനെ നിർബന്ധിച്ച് കിസ് ചെയ്യുന്ന ഞാൻ കണ്ടു. ആദ്യമായിട്ട് ഒരു 4 വയസ്സുള്ള കുട്ടി കാണുന്ന കാഴ്ച, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എന്താ അത് ഇവിടെ ആരോടും പറയാതിരുന്നേ? അന്ന് എനിക്ക് അറിയില്ലല്ലോ ഇതെന്താ സംഭവം എന്ന്. ഞാൻ വിചാരിച്ചു വല്ല രഹസ്യം പറയാതിരിക്കുമെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലാകുന്നേ. അന്ന് എനിക്കൊന്നും തോന്നിയില്ല, പക്ഷെ ഇപ്പം അതാ ഓർക്കുമ്പോൾ എന്തൊക്കെയോ തോന്നും. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. എന്തുവാ എന്റെ പൊന്നെ? സ്റ്റോറി പറ. പറയാൻ സൗകര്യമില്ല. വാ, ആദ്യം ഫുഡ് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. പറഞ്ഞിട്ട് പോടാ. പോടേ. അച്ഛാ, ഫുഡ് കഴിച്ചോ? ഇല്ല, അവരിപ്പോ വരും. അപ്പോ അവർ വന്നിട്ട് കഴിക്കാം. അവര് വരണ്ട സമയം കഴിഞ്ഞല്ലോ. ആ, അച്ഛനൊന്ന് വിളിച്ചു നോക്കിക്കേ. ഹലോ, നിങ്ങൾ എവിടെ എത്തി? അത് പിന്നെ പ്രതാപ, ഞങ്ങൾ വരുന്ന സമയത്ത് ചെറിയൊരു ആക്സിഡന്റ്. പേടിക്കാനൊന്നുമില്ല, ആർക്കൊന്നും സംഭവിച്ചൊന്നുമില്ല. പക്ഷേ അതിൻ്റെ നെറ്റ് ഒന്ന് പൊട്ടി, കൈയിൽ കുറച്ച് ഫ്രാക്ചറായി, അത്രേ ഉള്ളൂ. ആക്സിഡന്റോ? ഏയ്, പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇനിയിപ്പോൾ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വരാനൊന്നും നിൽക്കണ്ട. ഇന്നേ തന്നെ ഡിസ്ചാർജ് ആക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ട്. നിങ്ങൾ ഈ ഏത് ഹോസ്പിറ്റലിലാ? സിറ്റി ഹോസ്പിറ്റലിലാണ്. ശരി, ഞാൻ വിളിക്കാട്ടാ. എന്താ പറ്റിയേ? അത് വരുന്ന വഴിക്കൊരു ആക്സിഡന്റ്. ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അതിൻ്റെ നെറ്റ് ഒന്ന് പൊട്ടി, പിന്നെ കയ്യിൽ കുറച്ച് ഫ്രാക്ചർ, അത്രേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല എന്നാ പറഞ്ഞേ. ടെൻഷൻ അടിക്കാനൊന്നുമില്ല, അവൻ വരണ്ടെന്നാ പറഞ്ഞേ. എന്നാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാട്ടോ. ഞാനും ഉണ്ട്. ശരി എന്നാ, ഞങ്ങള് പോയിട്ട് വരാം. അവിടെ എത്തിയിട്ട് വിളിക്കണേ. ഞാൻ നിങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞല്ലേ. കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇങ്ങനെ ധൃതി പിടിച്ച് വരണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് വരുമല്ലോ. അതും ഇവിടെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, റൂമിലുണ്ട്. വായു മോനെ. ആ അങ്കിൾ, നിഖിൽ മോൻ വന്നില്ലേ? ഞാൻ എവിടെ ഉണ്ട് അങ്കിൾ? എന്തിനാ വെറുതെ ധൃതി പിടിച്ച് നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നേ? ഡോക്ടർ കുഴപ്പമൊന്നും ഇല്ലാന്നാ പറഞ്ഞേ. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും. അവിടെ ഇരുന്ന ഒരു മനസ്സമാധാനം കിട്ടില്ല അങ്കിൾ, അതുകൊണ്ടാ ഓടിപ്പിടിച്ച് വന്നേ. മോളെ, ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അങ്കിൾ. നിങ്ങൾ കഴിച്ചിട്ടാണോ വന്നേ? അല്ല, നിങ്ങളെ വന്നിട്ട് കഴിക്കാന്ന് കരുതി ഇരിക്കുമായിരുന്നു. എന്നാ വാ, ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാം. വേണ്ട, അവിടെ ആദൂന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ സുധ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ വേസ്റ്റ് ആവില്ലേ? മോളൊന്നും കഴിച്ചില്ലേ? ഞാൻ കഴിക്കാൻ മേടിച്ചരാന്ന് പറഞ്ഞപ്പോ വേണ്ട, എനിക്ക് ആന്റിയുടെ ഫുഡ് കഴിക്കണം എന്ന് നിർബന്ധം പിടിച്ചിരിക്കായിരുന്നു ഈ പെണ്ണ്. എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായേ? ഒരു ലോറി വന്ന് തട്ടിയതാ. വണ്ടി ഓടിക്കുന്ന ആള് മദ്യപിച്ചിട്ടുണ്ടെന്ന് അവിടെ കൂടിയ ആളുകൾ പറഞ്ഞേ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ സീറ്റ് വലിച്ചിട്ടത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവളാണ് ഈ സീറ്റ് വലിച്ചൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല.
എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ല, ഇന്ന് തന്നെ ഡിസ്ചാർജ് ആക്കാന്നാ പറഞ്ഞത്. ദേ അമ്മേ, അവരെത്തി. മോളെ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ആണെങ്കി. എല്ലാരും ആദ്യം ഉള്ളിലോട്ട് വായോ. മോള് വല്ലതും കഴിച്ചാർന്നോ? അമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കൂ കഴിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിരിക്കുകയായിരുന്നു ആന്റിയുടെ മോള്. ഇനി അമ്മയ്ക്ക് ആദ്യ ചേച്ചിനെ മതിയല്ലോ. ഇടയ്ക്ക് നമ്മളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ആലോചിക്കാം. മതി മതി, എല്ലാരും വന്നേ, ഞാൻ ഫുഡ് എടുത്തു വെക്കാം. ഞാൻ ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്റെ അറിവ് വെച്ച് ചേച്ചിയുടെ 7ാം വയസ്സിലല്ലേ ചേച്ചി ഇവിടുന്ന് പോയേ? ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പേരൊക്കെ ചേച്ചിക്ക് ഓർമ്മ ഉണ്ടോ? ഇവിടുന്ന് പോയതിനു ശേഷം നിങ്ങളോടൊന്നും ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് എനിക്ക് 7 വയസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അച്ഛനെ പറയുന്ന എങ്ങിട്ടാ വരുന്നേന്ന്. എന്നിട്ട് നിങ്ങളെയൊന്നും ഓർമ്മയില്ലാന്ന് ഞാൻ പറയില്ല, എനിക്കെല്ലാരെയും ഓർമ്മയുണ്ട്. എന്നാ ഓക്കെ, ഞങ്ങളുടെ ഒക്കെ പേര് പറ. അതൊക്കെ പിന്നെ ആവാം, ഇപ്പൊ ഫുഡ് കഴിച്ചെല്ലാരും. പിന്നെ ഞങ്ങളിവിടെ ഒരാഴ്ചയുള്ളൂ ട്ടോ. ഒരാഴ്ചയോ? അതൊക്കെ കഴിച്ച ശേഷം പറയാം. ഇപ്പൊ എല്ലാരും ഇരുന്ന് കഴിക്കും. ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മോളെ? അടിപൊളിയായിരുന്നു ആന്റി, എനിക്ക് ഒത്തിരി ഇഷ്ടായി. ഇനി പറ, ഞങ്ങളൊക്കെ ആരാ? പറയാം. ഇത് ഇവിടുത്തെ മൂത്ത മകൻ നിഖിൽ പ്രതാപ്. എന്തേ, ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇത് ഇവിടുത്തെ 2ാമത്തെ മോൻ ഭവിൻ പ്രതാപ്. പിന്നെ ഇതെന്റെ സുധാന്തി, ഇതെന്റെ പ്രതാപങ്ങൾ. അപ്പൊ ഞാനോ? നീ എന്റെ സുന്ദരി നന്ദോട്ടി. നിഖിലേട്ടാ, ഏട്ടൻ എന്താ എന്നോട് ഒന്നും മിണ്ടാത്തേ? ഞാൻ കുറെ നാൾക്ക് ശേഷം വന്നതല്ലേ. ഇവിടെ ഇരുത്തി എല്ലാം ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാനെന്ത് പറയാനാ? എന്നാലും 13 വർഷം കഴിഞ്ഞിട്ട് വന്നതല്ലേ ഞാൻ. എന്തേലൊക്കെ ചോദിക്കാനില്ലേ? ചോദിക്കാലോ, ടൈമൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഭവിനേട്ടൻ എന്നോടൊന്നും ചോദിച്ചില്ല കേട്ടോ. എന്താ ചോദിക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അപ്പൊ ഒരാഴ്ച ഞങ്ങളങ്ങ് പോവാ കേട്ടോ. പിന്നെ അങ്കിള് വേണേ പോയിക്കോ, ആദ്യ ചേച്ചിനെ ഞാൻ വിടത്തില്ല. ശരി എന്നാ, അതിനു വരെ ഞാൻ ഇവിടെ നിന്ന് ഒരാളെ കൊണ്ടുപോകും. ആരെ? നിങ്ങളുടെ അച്ഛനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. അവരുടെ മുഖം നോക്കി കഴിച്ച. ഞാനോ? ആ, നീ തന്നെ. ഈ നാട്ടിൽ ഇനി ഒരാളുടെ കീഴിൽ നീ പണിയൊന്നും എടുക്കണ്ട. അതുകൊണ്ട് ഞാൻ പോകുമ്പോ നീ കൂടെ വേണം. ഞാനൊട്ടും അറിയാം, ഒരാഴ്ച ടൈമുണ്ട്. നീ മെല്ലെ പ്രിപ്പയർ ചെയ്താൽ മതി. ഏട്ടനെന്താ ഉദ്ദേശിക്കുന്നേ? UK എൻ്റെ പുതിയ ബ്രാഞ്ച് ഓപ്പണിംഗ് ആവുന്നുണ്ട്. അടുത്ത മന്ത് ആണ്. പക്ഷേ ഇപ്പൊ തന്നെ പോയാലേ എല്ലാം ശരിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ കമ്പനിയിൽ CEO ഞാൻ ഇവനെ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. മതി നെറ്റിയത്, എല്ലാം ഞാൻ തീരുമാനിച്ചു. പിന്നെ മോളെ പോയി റെസ്റ്റ് എടുക്കണേ, കിടന്നേ. വേണ്ട അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോള് പോയി റെസ്റ്റ് എടുക്ക്, നല്ല ക്ഷീണം കാണും. വേണ്ട ആന്റി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോ
മോളെ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? അവളെ ഇവിടുത്തെ കോളേജിൽ ചേർക്കണം പോണേന് മുമ്പ്. ആദ്യ ചേച്ചിനെ എൻ്റെ കോളേജിൽ ചേർത്താൽ മതി കേട്ടോ അങ്കിൾ. അതത്രേ ഉള്ളൂ, നമുക്ക് സെറ്റാക്കാലോ. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക. അവൾക്ക് എൻ്റെ പേരേലും ഓർമ്മയുണ്ടല്ലോ, പക്ഷെ ഓർമ്മിക്കേണ്ട കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടാവോ? നിഖിലേട്ടനായിരുന്നോ? നിനക്കിപ്പോ തലവേദനയോ കൈവേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏയ് ഇല്ലേട്ടാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാ മെഡിസിൻ കഴിച്ചിട്ട് നീ വീണ്ടും കിടന്നോ. ഏട്ടൻ എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നതാണോ? അല്ല, ഞാൻ നിന്നെ ചുമ്മാ കാണാൻ വന്നതാ. എന്നാ ശരി, നീ റെസ്റ്റ് എടുക്ക്. എനിക്ക് മെഡിസിൻ എടുത്തരോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് ഒരു കുഴപ്പമില്ല ആൻറ്റി. പിന്നെടാ, കുറച്ച് ദിവസം കഴിഞ്ഞ അമൃത വരുന്നുണ്ട് കേട്ടാ. അവളോ? അവളെന്തിനാപ്പ വരുന്നേ? ആരാ ആൻറ്റി അമൃത? അത് നിനക്ക് അറിയില്ല അല്ലേ, ഇവന്റെ മുറപ്പെണ്ണ. അല്ല, അവളെന്തിനാ ഇപ്പൊ വരുന്നേ? നിങ്ങളുടെ കല്യാണം ഉറപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ചിലപ്പോ അതായിരിക്കും. അവൾ വിളിക്കുമ്പോ നിനക്കെന്താ ഒന്ന് എടുത്താ? ഇനി വിളിക്കുമ്പോ എടുക്ക് കേട്ടാ. മോളെന്നാ കിടന്നോ? എന്നാ ചായ കുടിക്കാ. ആൻറ്റി, അല്ല ബാക്കിയുള്ളവരെവിടെ? അവരൊന്നും കാണാനില്ലല്ലോ. നിഖിലിനും ഭാവിനും വർക്കുണ്ട്, പിന്നെ അച്ഛന്മാര് രണ്ടുപേരും കൂടി എവിടേക്കോ പോയി. അപ്പൊ മമ്മീസേ, ഞാൻ പോയിട്ട് വരാം. ബൈ ബൈ, ടാ. നീ ഇതെങ്ങിട്ടായി പോകുന്നേ? കോളേജിലോട്ട്. എന്നിട്ട് നീ എന്താ യൂണിഫോം ഒന്നും ഇടാതെ കളർ ഇട്ടിട്ട് പോകുന്നേ? ആർക്ക് വേണം യൂണിഫോം ഒക്കെ? ഞാൻ ഇടയ്ക്ക് യൂണിഫോം ഒക്കെ ഇടയില്ലല്ലോ. നീയും കൂടി പോയാൽ ഞാൻ അവിടെ ഒറ്റക്കാകത്തില്ലേ? ചേച്ചൂസേ, കുറച്ചു നേരം കഴിഞ്ഞ് നിഖിലേട്ടൻ വരും. പിന്നെ 2 ദിവസം ഇങ്ങനെ ചേച്ചീൻ്റെ കൂടെ കോളേജിലേക്ക് അടിച്ച് പൊളിക്കാൻ വരുമല്ലേ. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. ബൈ ബൈ. ആരാണെന്നൊന്ന് നോക്കിക്കാൻ മോളെ, നിഖിലാണെന്ന് തോന്നുന്നു. നിഖിലേട്ടനാണ് വന്നേ. ഏട്ടൻ ഇന്ന് ഫ്രീ ആണോ? ഫ്രീ ആണല്ലോ. എന്നാലേ നമുക്ക് എവിടേക്കാലും പുറത്തു പോയാലോ? എനിക്കാണെങ്കിൽ ഇതിൻ്റെ അകത്തിരുന്ന് ബോറടിക്കുക. പോണെങ്കിൽ പോവാലോ. എന്നാ ഞാൻ ഓടിപ്പോയി റെഡി ആയിട്ട് വരാട്ടാ. ഒരു 5 minutes മതി. അല്ല, എങ്ങോട്ടാ നമ്മള് പോന്നേ? എങ്ങിട്ടാണേലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഒറ്റ ഒരു കണ്ടീഷൻ, എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരണം. ഈ പെണ്ണിനെ കൊണ്ട്. Control, Nikhil, control. Control myself, Nikhil.
ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ഏട്ടാ പോവണ്ടേ നമുക്ക്? ആ ബാ പോവാം. അപ്പൊ എനിക്ക് ഞങ്ങൾ പോയിട്ട് വരാവേ. ആഹാ, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ പോന്നോ? ഇവളവിടെ ഇരുന്ന് മനസ്സമാധാനം തരണ്ടേ? എനിക്കെൻ്റെ നിഖിലിനെ കാണണം പറഞ്ഞ് മനുഷ്യന് തൊഴിലും തരുന്നില്ല. ഇവനാണേലോ വിളിച്ച ഫോണും എടുക്കത്തില്ല. എത്ര തവണ മനുഷ്യൻ വിളിക്കണ്? എല്ലാരും ഉള്ളിലോട്ട് വായോ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. ആദു വാ, നമുക്ക് പോയിട്ട് വരാം. എങ്ങോട്ടാ രണ്ടുപേരും കൂടി? അല്ല ഇതാരാ? അതൊക്കെ ഞാൻ വന്നിട്ട് പറഞ്ഞോളാം. നീ ഫ്രണ്ടിന്ന് മാറാൻ വെറുതെ. പറ്റില്ല, ഞാൻ മാറില്ല. നിന്നെ കാണാനല്ലേടാ ഇത്രയും ദൂരം ഞാൻ വന്നേ. എന്നിട്ട് നീ മൈൻഡ് ചെയ്യാതെ എവിടേക്കേലും പോയാ? ദേ, നീ വെറുതെ ഒരു സീൻ ഉണ്ടാക്കാണ്ട് ഉള്ളിലോട്ട് പോയിക്കേ. ഞാനാണോ സീൻ ഉണ്ടാക്കുന്നേ? നീയല്ലേ? ദേ, നമ്മുടെ കല്യാണക്കാരെ എൻ്റെ അമ്മ സീരിയസ് ആക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ പറയാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. ആ സമയത്ത് നീ എവിടേക്കേലും പോയോ? വാ ആദു, നമുക്ക് പോവാം. അല്ലേട്ടാ, ഇയാള് ഏട്ടനോട് സംസാരിക്കാൻ വന്നല്ലേ? അപ്പോ അല്ല, നമുക്ക് വേറൊരു ദിവസം പോവാ. ഏട്ടൻ ഇയാളോട് സംസാരിച്ചോ? താൻ എന്താ എന്നെ വിളിച്ചേ? ഇയാളെന്നോ? ഹലോ, ഞാൻ നിന്റെ ചേച്ചിയാണ്. ആ റെസ്പെക്റ്റ് ഒക്കെ തരണം. വലിഞ്ഞേറി വന്ന സാധനം. നിന്നൊക്കെ ആരാടി വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയേ? വാ നിഖിൽ, നമുക്ക് പോവാം. നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? അതൊന്നുമില്ലച്ചാ. അല്ല, നിങ്ങള് പോയ കാര്യമൊക്കെ എന്തായി? അതൊക്കെ ഫുള്ള് സെറ്റായി. പാസ്പോർട്ടൊക്കെ എടുത്തു. ഇനിയിപ്പോ ഞങ്ങൾ 4 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അല്ല, ആദ്യം എവിടെ? അവൾക്ക് വേണ്ടി ഞാൻ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ചോക്ലേറ്റ്സാ? എനിക്ക് എവിടെ പറ്റി? നിനക്ക് കാര്യം വാങ്ങിച്ചിരുന്നു. ആദ്യം എവിടെ പറ. ചേച്ചിക്കുട്ടി റൂമിലാണ്. എന്തോ ഞാൻ വിളിച്ചു വരുന്നില്ല താഴോട്ട്. സാരല്ല, ഞാൻ കൊണ്ടേ കൊടുത്തോണ്ട് ഇങ്ങോട്ട് താ. അമ്മേ, കടുപ്പത്തിലൊരു ചായ എടുത്താ. അമ്മ റൂമിലുണ്ടാവും. ഇന്നലെ പുറത്തു പോവാത്തതിന് എനിക്ക് വിഷമമുണ്ടോ? എനിക്കെന്ത് സങ്കടം? അല്ല, അതിനുശേഷം നീ പുറത്തേ ഇറങ്ങിയില്ലല്ലോ. ആരാ പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയില്ലാന്ന്? ഞാനൊക്കെ പുറത്തിറങ്ങി, നിങ്ങള് കാണാൻ. ശരി, അത് വിട്. നീ വേമ്പോ റെഡി ആയിട്ട് വാ, നമുക്ക് ഇന്ന് പോവാ പുറത്ത്. അയ്യോ വേണ്ട. എന്നിട്ട് വേണം താൻ കെട്ടാൻ പോണ പെണ്ണെ എന്നെ കൊല്ലാൻ. നിന്നോട് ആരാ പറഞ്ഞേ ഞാൻ അവളെ കെട്ടാൻ പോവാന്ന്? എന്തിനാ ഈ വീട്ടിലൊന്നല്ലേ ജീവിക്കണേ? ശരി, അവളോട് പോവാൻ പറ. നീ വേമ്പോ കുളിച്ച് റെഡിയായേ, നമുക്ക് രണ്ടാ കൂടി കറങ്ങാൻ പോവാം. വേണമെന്നില്ല. വൈകുന്നേരം ഭവിനേട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഭവിനേട്ടനെയും നന്ദുവിന്റെയും കൂടെ പോയിക്കൊണ്ട് നിങ്ങളെ പെണ്ണിനെയും ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. ആദു, റെഡിയായോ? നമുക്ക് പോവാ. ആ ഏട്ടാ, ഞാൻ റെഡിയായി. ഇനി നന്ദൂടി വന്നാൽ നമുക്ക് പോവാം. അല്ല, നിങ്ങളൊക്കെ എവിടേക്ക് പോവുക? ജസ്റ്റ് ചുമ്മാ കറങ്ങാൻ. ഓ, കറങ്ങാനാണോ? എന്നാ ഞങ്ങളും വരാം. ആരാ ഈ ഞങ്ങൾ? ഞാനും നിഖിലും. അല്ലാതെ പിന്നെ ആര്? അല്ല, അത് പിന്നെ ആടാ, അവരും കൂടി വന്നോട്ടെ. അവരിവിടെ ബോറടിച്ചിരിക്കുമല്ലേ. നിങ്ങൾ എല്ലാരും കൂടി പോയി വാ മക്കളെ. അങ്ങനെ പറഞ്ഞു കൊടുക്കുക ആൻറ്റി. ആൻറ്റി മുത്താണ്. അപ്പം ഞങ്ങൾ പോയി വേഗം റെഡി ആയിട്ട് വരാം. വാടാ നിഖിലേ. അമ്മക്കൊന്നും വരണ്ട. പോണതിന്റെ മൂഡ് തന്നെ പോയി. പട്ടി എന്ത് ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റൂ. നിങ്ങൾക്കാർക്കും അവളെ ഇഷ്ടമല്ലേ? അത് ഇഷ്ടപ്പെടാൻ പറ്റിയ മുതല്
ആദ്യ ചേച്ചി വാ, നമുക്ക് ഫസ്റ്റ് തന്നെ ഐസ്ക്രീമിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ പോയി ഐസ്ക്രീം കഴിച്ചോ, ഞാനെങ്കിലും കൂടി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് മെല്ലെ വന്നോളാം. ചേച്ചി വാ, ഇനി ഏട്ടനെ പ്രതീക്ഷിക്കുകയും വേണ്ട. നിനക്ക് ആദ്യം ഷർട്ട് എടുക്കാം, എന്നിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കാല്ലേ. വാട്ട് ഡിഡ് യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്? പച്ച മലയാളത്തിൽ ചോദിച്ചാ നീ എന്താ നിന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നേ? എൻ്റെ കെട്ടോളെന്നോ, അതോ എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നോ, അതോ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണെന്നോ? അതല്ലേ സത്യം. അതിലെന്ത് സത്യം ഉണ്ടെന്നാ നീ പറയുന്നേ? ഞാൻ എപ്പോഴേലും നിന്നെ കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് പിന്നെ വെറുതെ വെറുപ്പിച്ചോണ്ട് എൻ്റെ പിന്നാലെ നടക്കണ്ട നീ. എനിക്ക് ആവശ്യമില്ല നിന്നെ. നമ്മുടെ കല്യാണം അതൊരു നടക്കാത്ത സ്വപ്നം മാത്രമാണ് നിനക്ക്. നീ ഇതെങ്ങോട്ട് പോകുക? ഞാൻ നാട് വിടാൻ പോവാ. നാട് വിടാനാ? അതിന് മാത്രം എന്ത് പ്രശ്നടാ? അയ്യേ, പ്രശ്നമൊന്നുമില്ലടാ. എനിക്ക് വയ്യ ആ അമൃതനെ സഹിക്കാൻ. ഭ്രാന്ത്. അപ്പൊ ജസ്റ്റ് ഒരു മുങ്ങൽ, അത്രേ ഉള്ളൂ. ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരും. അത് നല്ലതാ. ഏട്ടനെങ്ങാനും അവളെ കെട്ടിയ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം എപ്പോഴേ തീരും. അയ്യേ, അതിന് ആരവളെ കെട്ടുന്നീ? അതാണ് മോനെ ഇപ്പൊ താഴെ ചർച്ച ഫുള്ള്. ആ അമ്മായിക്കാ നിങ്ങളുടെ കല്യാണം നടത്താണ്ട് ബുദ്ധിമുട്ട്. അവര് ചർച്ച ചെയ്യട്ടടാ, നടക്കാൻ പോവാത്തൊരു കാര്യത്തിന്. അല്ല, നീ എപ്പോഴാ പോണേ? ഇന്ന് നൈറ്റ് 10:30ക്കാണ് ട്രെയിന്. നീ എന്നെ കൊണ്ടാക്കണണ്ടാ. വീട്ടിൽ പറയാതെയാണോ പോണേ? അല്ല, അവരോടെന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വേണം പോവാൻ. അപ്പൊ ശരിയടാ, ഞാൻ പോയി വരാം. പിന്നെ എൻ്റെ പെണ്ണിനെ നോക്കിക്കോണേ. ഇതാര് ഈ ടൈമിൽ വിളിക്കണേ? ഹലോ, ആരാ? ഇത് ഞാനാടാ. ഞാനാ? ഏത് ഞാൻ? നിന്റെ ഏട്ടൻ നിഖിൽ പ്രതാപ്. ഹാ, നീയോ? എന്നിട്ട് നിന്റെ നമ്പർ ഇതല്ലല്ലോ. ആ, ഇതെന്റെ പുതിയ നമ്പറാ. ഓഹോ, അപ്പൊ നിന്റെ ഫോണിന് ഒരു കുഴപ്പമില്ലേ? എന്നെന്താടാ പട്ടിയൊന്ന് വിളിച്ചെടുത്താ? ഐഷ്, നീ ഇങ്ങനെ ചൂടാവല്ലേടാ. ഞാൻ സിമ്മ് കളഞ്ഞ് ഇപ്പോഴായി സിമ്മ് കിട്ടിയ, അതുകൊണ്ടല്ലേ. നീ എന്തിനാ നിന്റെ സിമ്മൊക്കെ കളയുന്നേ? ആ അമൃത് വെറുതെ വിളിച്ച് ശല്യം ചെയ്യാണേ. എനിക്ക് ഭ്രാന്ത് വന്ന ഞാൻ സിമ്മ് എടുത്ത് കളഞ്ഞ്. അല്ല, ആ പിശാജ് പോയോ? അത് ചോദിക്കാനാ മെയിൻലി ഞാൻ വിളിച്ചത്. അയ്യേ, അവളൊന്നും പോയിട്ടേ ഇല്ല. നാളെ അച്ഛനും ആനന്ദങ്ങളും പോവല്ലേ, അവരുടെ പിന്നാലെ അവരും പോയിക്കോളും. ഓ, നാളെ ആനന്ദങ്ങളും അച്ഛനും പോവാണല്ലേ. പിന്നെ ഞങ്ങളുടെ കല്യാണക്കാര്യം എന്തായി? അതിവിടെ ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് മോനെ. ഞങ്ങളോട് മാത്രം എന്താണെന്നറിയില്ല, ഒന്നും പറഞ്ഞു തരത്തില്ല. എൻ്റെ ഒരു ഊഹം വെച്ച് നീ അവളോട് കല്യാണത്തിന് താല്പര്യമില്ലാന്ന് പറഞ്ഞില്ലേ, അത് പോയി അമ്മായിയോട് പറഞ്ഞേന്നാ. നീ വരുമ്പോഴത്തേനും എല്ലാം സെറ്റ് ചെയ്യും ട്ടോ അമ്മായി. ആ അമ്മായിനെ കൊണ്ട്. എന്നിട്ട് നന്ദു ആദുവൊക്കെ എവിടെ? ആദു അവളുടെ റൂമിലാ. നന്ദു എനിക്ക് വെള്ളം എടുത്തരാൻ പറഞ്ഞിട്ട് താഴെ പോയിട്ടുണ്ട്. ദേ ഇപ്പം വരും അവള്. ആ വന്നല്ലോ, ദേ ഞാൻ അവളുടെ കൊടുക്കാട്ടോ. ഇന്നാടാ വെള്ളം കുടി. താങ്ക്സ്. എന്നാ നിഖില വിളിക്കുന്നത്, സംസാരിച്ചോ? നിഖിലേട്ടനോ? ഇങ്ങ് തന്നേ നീ. എന്താണ് ബ്രോ, നമ്മളൊക്കെ അറിയോ? പോയിട്ട് കുറേ കാലമായല്ലോ. പിന്നെ അറിയാലോ, എൻ്റെ സുന്ദരിക്കുട്ടിനെ അങ്ങനെ മറക്കാനൊക്കെ പറ്റുമോ? എന്നിട്ടാണോ ഇത്രയും ദിവസം വിളിക്കാതിരുന്നേ? ദുഷ്ട പട്ടി. അത് വേറൊന്നും കൊണ്ടല്ല. നീ ഒന്നും പറയണ്ട, എനിക്ക് ഒന്നും കേക്കണ്ട. അങ്ങനെ പറയല്ലേടാ കുട്ടാ. ക്ഷമിച്ചു. ഇനി നീ ഇത് ആവർത്തിക്കരുത് കേട്ടാ. ഇല്ല, ഇനി ഞാൻ ആവർത്തിക്കില്ല. പോരെ. പിന്നെ എൻ്റെ പെണ്ണെന്ത് പറയണ്? അവൾക്ക് സുഖല്ലേ? പിന്നെ ചേച്ചി കുട്ടിയൊക്കെ അടിപൊളിയായിരിക്കുന്നുണ്ട്. പിന്നെ ചേച്ചിനെ ഇങ്ങനെ ഫ്രീ ആയി വിടുന്നതേ അത്ര ശരിയല്ല കേട്ടോ. കുറേ ചെക്കന്മാരൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്.
കോളേജ് ഫുള്ളും ഫാൻസ് അപ്പം ചേച്ചിക്ക്. ഫാൻസോ? യെസ്, ഫാൻ ബോയ്സ്. ഇതിനകം തന്നെ ചേച്ചിക്ക് കുറേ പ്രപ്പോസലൊക്കെ വന്നു കേട്ടാ. നീ ഇതൊന്നും അറിയാതെ എവിടെയോ കിടക്കണം. എന്നിട്ട് അവൾ അക്സെപ്റ്റ് ചെയ്തോ? ചേച്ചിക്കുട്ടി അക്സെപ്റ്റ് ഒന്നും ചെയ്തില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ട് വേണം എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ. അച്ഛാ, എല്ലാം എടുത്തൊക്കെ വെച്ചില്ലേ? ആടാ, എല്ലാം രാവിലെ തന്നെ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ടാ വന്ന്. അങ്കിൾ, എൻ്റെ അച്ഛനെ നോക്കിക്കോണേ, പരിചയമില്ലാത്ത സ്ഥല. നീ എന്നെ അങ്ങനെയൊന്നും കൊച്ചാക്കണ്ട കേട്ടോ. അപ്പൊ എല്ലാരോടും പോയി വരാം. അതും അച്ഛൻ വിളിക്കാട്ടോ. ആ അച്ഛാ, പോയി വാ. അയ്യേ, ആൻറ്റിയുടെ സങ്കടം ഇതുവരെ മാറിയില്ലേ? ആൻറ്റി ഒന്ന് ഉഷാറായിക്കേ. ഇങ്ങനെ ആൻറ്റിനെ കാണാൻ രസമില്ല കേട്ടോ. അയ്യേ, കണ്ണൊക്കെ തുടച്ചേ മതി. ഇന്നല്ലേ അമ്മ തറവാട്ടിലോട്ട് പോകുന്നേ. അപ്പൊ അമ്മ ഇങ്ങനെ കരഞ്ഞിട്ടിരുന്ന എങ്ങനെ ശരിയാവും? പോയി റെഡി ആയിക്കേ. ഹലോ ഗായ്സ്. ഓ വന്നോ? എന്തിനാ വന്നേ? എന്തമ്മ അങ്ങനെ ഒരു ടോക്ക്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? വിളിച്ചാ എടുക്കൂല്ല. ഓ അതാണോ? അതെന്റെ ഫോൺ ഒരു കള്ളം കൊണ്ടുപോയി. പുതിയ ഫോൺ മേടിക്കാൻ എൻ്റെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ അതൊക്കെ വിട്, ഞാൻ വന്നില്ലേ. അല്ല, നിങ്ങളൊക്കെ എവിടേക്ക് പോകാൻ നിൽക്കുക? ഞങ്ങളെല്ലാരും തറവാട്ടിലോട്ട് പോവാ. ഏട്ടൻ വരുന്നോ? പിന്നെ ഞാനൊന്നുമില്ല. അല്ല, നിങ്ങളെല്ലാരും പോയാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അതിന് അത് വരുന്നില്ലേ? നീ ഇവിടെ ഇവളെ ഒറ്റയ്ക്കാക്കി പോവരുത് കേട്ടാ. ഇവിടെ ഇവളെ ഒറ്റയ്ക്കാണെന്നുള്ള ഓർമ്മയൊക്കെ വേണം. ഓ ആയിക്കോട്ടെ അമ്മ. മോളെ, ഇവൻ എന്തേലും കുരുത്തക്കേട് കാണിച്ച അപ്പൊ എന്നെ വിളിക്കണം ട്ടാ. ആ ആൻറ്റി, ഞാൻ വിളിച്ചോളാം. അല്ല, എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ല. ഏട്ടൻ ഇവരുടെ കൂടെ പോണേൽ പോയിക്കോ. ഞാനൊന്നും പോണില്ല. എന്നാ ഇവര് വരുന്നില്ലേ? നമുക്ക് പോവാം അമ്മേ. ആദു, എന്ത് ചെയ്യുവാ നീ? കണ്ടിട്ട് എന്താ തോന്നണേ? നിനക്ക് എന്താ പറ്റിയേ? നീ എന്നോട് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? നീ എന്തിനാ എന്നെ അവോയ്ഡ് ഇങ്ങനെ ചെയ്യണേ? ഞാൻ എന്താ എന്നോട് ചെയ്ത്? ആദു, ഞാൻ നിന്നോടെ ഈ സംസാരിക്കുന്നേ. എന്തിനാ നീ കരയണേ? എന്താ പെണ്ണെ നമുക്ക് പറ്റിയേ? ടെൻഷൻ ആക്കാതെ ഒന്ന് പറ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഇവിടെ ഉള്ളവരിൽ നിന്നെ ഏറ്റവും കൂടുതൽ അറിയണത് ഞാനാണ്. നിന്റെ ചെറുതായിട്ടൊന്ന് മുഖം വാടിയാ എനിക്കറിയാൻ പറ്റും. പറ. അത് പിന്നെ നീ കരയാതെ കാര്യം പറ. നിന്നെ അമൃത എന്തേലും ചെയ്തോ? ഇല്ല. നീ ഓക്കെ അല്ലേ? ഈ സങ്കടത്തിന്റെ കാരണം എന്റെയും അമൃതയുടെയും കല്യാണക്കാരിയാണോ? നീ തിരിച്ചൊന്നും പറയാത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങനെ തന്നെ കരുതുക. പിന്നെ ആ കല്യാണം ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ്. അതെന്താ അങ്ങനെ? എനിക്ക് വേറൊരു കുട്ടീനെ ഇഷ്ടമാണ്. അതുകൊണ്ട് നിനക്ക് ആരാണ് കുട്ടീന്ന് അറിയണ്ടേ? എന്താ ഒരു ആകാംക്ഷ? നീ ഇപ്പൊ കരഞ്ഞതിന്റെ കാരണം പറഞ്ഞ ഞാൻ കുട്ടി ആരാന്ന് പറയാം. അതിന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ ഞാനും പറയില്ല. അങ്ങനെ പറയലേട്ടാ, പ്ലീസ്. നീ കരഞ്ഞതിന്റെ കാരണം പറഞ്ഞ ഞാൻ ഉറപ്പായി നിന്നോട് പറയും. അത് എനിക്ക് ഏട്ടന് ഇഷ്ടം വെച്ചാ ഒരുപാട് ഇഷ്ടം. അപ്പോ നമ്മളെ സ്നേഹിക്കുന്ന ചെക്കൻ വേറെ കല്യാണം കഴിക്കാന്ന് പറയുമ്പോ സങ്കടം വരൂലേ? നിനക്ക് ശരിക്കും ഇഷ്ടാണോ? ആ, എനിക്ക് ഏട്ടനെ നല്ല ഇഷ്ടം. ഇനി ഏട്ടൻ സ്നേഹിക്കണ കുട്ടി ആരാ? എന്നാ ശ്രദ്ധിച്ച് കേട്ടോ. അദ്വൈത ആനന്ദ്. ഞാനോ? ആ, നീ തന്നെ.
എന്താ വിശ്വാസമായില്ലേ? ഇല്ല, ചുമ്മനെ കളിപ്പിക്കല്ലേ കേട്ടോ. അതു ഐ ലവ് യു. ഈ 13 വർഷമായി ഒരുത്തിക്ക് വേണ്ടി മാത്രമായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്ത്. എന്താ വൈകിയ വരാൻ? അത് ഞാൻ അതു ഈ രാത്രി കൊണ്ട് നിന്നെ ഞാൻ എൻ്റേത് മാത്രമാക്കിക്കോട്ടെ പെണ്ണെ. ആ, That was too tasty. ഏതാ? I want more. I know it's hurting, babe, but I can't wait any seconds more. ഏതാ? அன்பே என் அன்பே உன் விழி பார்க்க இத்தனை நாளாய் தவித்தேன். கனவே கனவே கண்ணுறங்காமல் உலகம் முழுதாய் மறந்தேன். கண்ணில் சுடும் வெயில் காலம் உன் நெஞ்சில் குளிர் பனிக்காலம் அன்பில் அடைமழை காலம் இனி அருகினில் வசப்படும் சுகம் சுகம். എന്താ മോൻ ഇങ്ങനെ നോക്കണേ? ഈ നോട്ടത്തിന്റെ ഉദ്ദേശം ശരിയല്ലല്ലോ. അല്ല, തീരെ ശരിയല്ല. ഐസ്, മാറന്നിട്ട് ഞാനിക്കട്ടെ. മാറങ്ങോട്ട്, എന്നെ പിടിക്കണ്ട. എന്താണ് ഭാര്യ ഒരു പിണക്കം പോലെ? ആന്റി ഇന്നലെ തറവാട്ടിക്ക് എന്തിനാ പോയെന്നറിയോ? ഇല്ല, എന്തിനാ പോയേ? നിങ്ങളുടെ അമൃതയുടെയും കല്യാണത്തിന് ഡേറ്റ് എടുക്കാൻ പോയത് അവര്. ഒന്നും അറിയണ്ട. അയ്യേ, ഇതിനായിരുന്നു എന്റെ കിട്ടോട് പണിങ്ങൾ. ആ കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഈ നിഖിൽ പ്രതാപ് ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ
അത് അദ്വൈത ആനന്ദിന്റെ കഴുത്തിലായിരിക്കും. നിനക്കെന്താടി പെണ്ണെ, എന്നെ വിശ്വാസമില്ലേ? ആ വിശ്വാസം ഇല്ലാത്തോണ്ടാണല്ലോ ഇന്നലെ ആ കുരുത്തക്കേടിന് ഫുള്ള് ഞാൻ കൂട്ടുനിന്നേ. ആ എന്തപ്പോ നീ പറഞ്ഞേ? ഞാൻ കേട്ടില്ലാന്ന് വിചാരിച്ചോ? സബാഷ്, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഇങ്ങോട്ട് വാടി. ഏട്ടാ ഇത് എന്നെ വിട്ടേ. അങ്ങനെ വിട്ടങ്ങ് പറ്റില്ലല്ലോ മോളെ. ഇന്നലെ എന്ത് കുസൃതിയാ കാണിച്ചേ, അതൊന്നുകൂടി കാണിച്ചാലോ? നിങ്ങളെന്ത് ഇത്ര നേരത്തേക്ക് വന്നിരിക്കണേ? അതെന്താടാ ഏട്ടാ, നിനക്ക് ഞങ്ങള് വന്നത് ഇഷ്ടായില്ലേ? അങ്ങനല്ലേടി, നിങ്ങള് വൈകുന്നേരത്തെ വരുള്ളൂ എന്നല്ലേ പറഞ്ഞ്, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ആന്റിയുടെ മുഖം എന്താ വാടിയിരിക്കും? അതൊന്നും പറയണ്ട. അന്നെക്കാട്ടില് വലിയൊരു പണക്കാരൻ വന്നപ്പോ ഓളെ വിളിച്ചോളൂ. ഒന്ന് പോടി, അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കണത്? ആ അമ്മ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കുന്തവും മനസ്സിലായില്ലേ? ഓളെ വിളിച്ചോടിയത് ഇവനെക്കാട്ടിലും പണക്കാരനെ കിട്ടിയോണ്ടാണ്. നിന്റെ ഒരു 5 പൈസ അല്ലല്ലോ. നിന്റെ ഒരു 5 പൈസ അല്ലാന്ന് എനിക്കറിയാം. നിന്റെ അച്ഛന്റെ സ്വത്ത് കണ്ടിട്ട്. അതിന് അച്ഛനൊക്കെ ഒന്നല്ലേ? ഒന്ന് പോടാ. അമ്മേ, നിങ്ങൾ ഇന്നെ തല്ലില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് അതൊന്നും ഇഷ്ടമാണ്. 13 വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണ്. എന്താ അമ്മ പ്ലീസ്, ഞങ്ങൾ കല്യാണം നടത്തിക്കൂടെ? ഇഷ്ടമില്ലാത്ത കല്യാണമൊക്കെ നടത്തണ പകരം. എന്താ അമ്മ പ്ലീസ്, എനിക്ക് അത്രയ്ക്ക് അവളെ ഇഷ്ടമായതുകൊണ്ടല്ലേ, പ്ലീസ് അമ്മ. ശരി, ഓക്കെ. പിന്നെ ആദുവിൻ്റെ പഠിത്തം ഫുള്ളും കഴിയണം. പിന്നെ നല്ലൊരു ജോലി നീ വാങ്ങണം, നല്ല ശമ്പളമുള്ളത്. എന്നാൽ മാത്രം ആദുവിനെ നമുക്ക് കെട്ടിച്ചേരാം. ഡബിൾ ഓക്കെ മമ്മി. ഇത്രയും നടന്ന കാര്യമൊക്കെ നിന്റെ അച്ഛനെ ഒന്ന് വിളിച്ച് പറയട്ടെ ഞാൻ. நிலவிடம் வாடகை வாங்கி விழி வீட்டினில் குடி வைக்கலாமா? நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாலே தகுமா? தென்மலை தேர்க்குக்கு நீதான் உந்தன் தோள்களில் இடம் தரலாமா? நான் சாயும் தோள் மேல் வேறாரும் சாய்ந்தாலே தகு